പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നോട് കൃപയുണ്ടാകണമേ, ദൈവമേ എന്നോട് കൃപ തോന്നണമേ. അങ്ങയിലാണ് ഞാൻ അഭയം തേടുന്നത്. വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം ഞാൻ അങ്ങയുടെ ചെറിയൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു. കാരുണ്യവാനായ കർത്താവേ, സങ്കീർത്തനം 57:1-2 വചനം പറയുന്നത് പോലെ ഞങ്ങൾ അവിടുത്തെ തിരുമുൻപിൽ അഭയം തേടുന്നു. അവിടുത്തെ തൃക്കരം നീട്ടി ഞങ്ങളെല്ലാവരെയും അങ്ങ് സമർത്ഥമായി അനുഗ്രഹിക്കണമേ. അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുകയും ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശവും മനസ്സിന് ശക്തിയും ശരീരത്തിന് ബലവും പ്രദാനം ചെയ്യുകയും ചെയ്യണമേ. ദിവ്യനാഥ, ചോദിക്കുന്നവർക്ക് അത്രയധികമായി പരിശുദ്ധാത്മാവിന് നൽകുകയില്ല എന്നരുളിച്ച കർത്താവേ, അവിടുത്തെ വാഗ്ദാനം അനുസരിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുകയും ഞങ്ങളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കുകയും ചെയ്യണമേ. അവിടുത്തെ തിരുവചനം ഭക്തിയോടും ശ്രദ്ധയോടും ശ്രവിക്കുന്നതിനും ധ്യാനിക്കുന്നതിനും ജീവിതത്തിൽ അനുവർത്തിക്കുന്നതിനും വേണ്ട ആത്മീയ ശക്തി കർത്താവെ ഞങ്ങൾക്ക് തന്നരുളണമേ. ദൈവമേ, അവിടുത്തെ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവമേ, അവിടുത്തെ നാമം എങ്ങും എല്ലായിടത്തും സ്തുതിക്കപ്പെടട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. സമൂവേൽ പ്രവാചകൻ്റെ 1-ാം പുസ്തകം 15-ാം അധ്യായം 19 മുതൽ തിരുവചനം. എന്തുകൊണ്ടാണ് നീ കർത്താവിനെ അനുസരിക്കാതിരുന്നത്? കവർച്ച വസ്തുക്കളുടെ മേൽ ചാടി വീണ് കർത്താവിന് അനിഷ്ടമായത് ചെയ്തത് എന്തിനാണ്? ശൗൽ പറഞ്ഞു, ഞാൻ കർത്താവിൻ്റെ വാക്ക് അനുസരിച്ച് കർത്താവ് എന്നെ കൽപ്പിച്ച ദൗത്യം ഞാൻ നിറവേറ്റി. അമലേക്യ രാജാവായ അഗാഗിനെ ഞാൻ പിടിച്ചുകൊണ്ടുവന്നു. അമലേക്യരെയെല്ലാം നശിപ്പിച്ചു. എന്നാൽ നശിപ്പിക്കപ്പെടേണ്ട കൊള്ള വസ്തുക്കളിൽ ഏറ്റവും നല്ല ആടുകളെ നിന്റെ ദൈവമായ കർത്താവിനെ ബലിയർപ്പിക്കുവാൻ ജനം ഗിൽഗാലിൽ കൊണ്ടുവന്നു. സാമുവേൽ പറഞ്ഞു, തൻ്റെ കൽപ്പന അനുസരിക്കുന്നതോ ദഹനബലികളും മറ്റു ബലികളും അർപ്പിക്കുന്നതോ കർത്താവിന് പ്രീതികരം. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം, മുട്ടാളുകളുടെ മേധസ്സിനേക്കാൾ ഉത്കൃഷ്ടം. മാത്സര്യം മന്ത്രവാദം പോലെ പാവമാണ്, മർക്കടമുഷ്ടി വിഗ്രഹാരാധന പോലെയും. കർത്താവിൻ്റെ വചനം നീ തിരസ്കരിച്ചതിനാൽ അവിടുന്ന് രാജ്യത്വത്തിൽ നിന്ന് നിന്നെയും തിരസ്കരിച്ചിരിക്കുന്നു. യേശു ക്രിസ്തുവിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, നാം ജീവിക്കുന്ന ഈ ചുറ്റുപാടുകളിൽ വ്യക്തി സ്വാതന്ത്ര്യത്തിനും വ്യക്തികളുടെ ഉയർച്ചയ്ക്കും വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ്. ഉപഭോഗ സംസ്കാരത്തിൻ്റെയും എക്സിസ്റ്റൻഷ്യൽ ഫിലോസഫിയുടെയും മറ്റും സ്വാധീനത്തിൽ വ്യക്തികൾ എല്ലാമായി മാറിയപ്പോൾ വ്യക്തികളുടെ കൂട്ടായ്മയായ സമൂഹം ചിലപ്പോഴെങ്കിലുമൊക്കെ ഒന്നുമല്ലാതായി തീരുന്നുവോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ നാം വായിച്ച തിരുവചനത്തിലേക്ക് നമുക്ക് ഒന്ന് സൂക്ഷ്മം ധ്യാനിക്കാം. ഈ വചനത്തിൻ്റെ ഉൾക്കാമ്പ് എന്ന് പറയുന്നത് ശൗൽ എന്ന വ്യക്തിയെ സമൂവേൽ പ്രവാചകൻ ദൈവേഷ്ടമനുസരിച്ച് ഇസ്രായേലിൻ്റെ രാജാവായി അഭിഷേകം ചെയ്യുന്ന നിമിഷങ്ങളിൽ ആണ്. ഇസ്രായേലിൻ്റെ രാജാവായി ശൗലിനെ അഭിഷേകം ചെയ്ത് രാജാവായി വാഴിക്കുമ്പോൾ ഉടനെ സംഭവിക്കുന്നത് അമലേക്യരുമായിട്ടുള്ള യുദ്ധമാണ്. ആ യുദ്ധത്തിന് പോകുമ്പോൾ ശൗലിനോട് സമൂവേൽ പ്രവാചകൻ വ്യക്തമായ ചില കാര്യങ്ങൾ ചെയ്യുവാൻ ആവശ്യപ്പെടുന്നുണ്ട്. യുദ്ധവേദിയിൽ കണ്ടുമുട്ടുന്നതൊന്നും കണ്ടുമുട്ടുന്ന ആരെയും സ്വന്തമാക്കി ഇസ്രായേൽ രാജ്യത്തിലേക്ക് ദേശത്തേക്ക് കൊണ്ടുവരരുത്, അത് ദൈവത്തിന് സ്വീകാര്യമല്ല എന്ന് പ്രവാചകൻ വളരെ വ്യക്തമായി പറയുകയുണ്ടായി. എന്നാൽ ശൗൽ രാജാവും കൂട്ടരും യുദ്ധക്കളത്തിൽ വെച്ച് കുറേയേറെ വസ്തുക്കളും വ്യക്തികളെയും ആടുകളെയും മാടുകളെയും എല്ലാം നശിപ്പിച്ചെങ്കിലും
അവർക്കിഷ്ടമുള്ള കുറേ സാധനങ്ങൾ സ്വന്തമാക്കി കൊണ്ടുവരികയാണ്. അങ്ങനെ യുദ്ധക്കളത്തിൽ നിന്നും ആടുകളും മറ്റ് വസ്തുക്കളൊക്കെയായിട്ട് തിരിച്ചു വരുന്ന സാവൂളിൻ്റെ പക്കലേക്ക് സാമുവേൽ പ്രവാചകൻ കടന്നു ചെന്നിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് നാം ശ്രവിച്ചത്. നീ എന്തുകൊണ്ടാണ് സാവൂൾ ദൈവം പറഞ്ഞത് അനുസരിക്കാതിരുന്നത്? കവർച്ച വസ്തുക്കളുടെ മേൽ ചാടി വീണ് കർത്താവിന് അനിഷ്ടമായത് ചെയ്തത് എന്തുകൊണ്ടാണ്? ദൈവം ഒന്നും അന്യദേശത്ത് നിന്ന് എടുക്കരുതെന്ന് പറഞ്ഞു, നീ അതെല്ലാം സ്വന്തമാക്കി. നീ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു? അപ്പോൾ സാമുവേലിനോട് പറയുന്നത്, കർത്താവിന് പ്രീതികരമായ ബലികളും കാഴ്ചകളും അർപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം അമലേക്യരുടെ നാട്ടിൽ നിന്നും കൊണ്ടുവന്നത്. അപ്പോഴാണ് സാമുവേൽ വളരെ പരിശുദ്ധാത്മ പ്രചോദിതമായ ഒരു സന്ദേശം, ഒരു പ്രബോധനം നൽകുന്നത്. എന്താണത്? അതാം ഈ വചനത്തിൻ്റെ മർമ്മമെന്ന് പറയുന്നത്, അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം, മുട്ടാടുകളുടെ മേധസ്സിനേക്കാൾ ഉത്കൃഷ്ടം, ദൈവത്തോട് മാത്സര്യം പിടിച്ച് ദൈവത്തെ ധിക്കരിക്കുന്നതിനേക്കാളും ദൈവത്തിൻ്റെ നാമത്തിൽ ദൈവത്തിന് ബലിയർപ്പിക്കുന്നതിനേക്കാളും ദൈവത്തിൻ്റെ ഹിതം അതെന്തെന്ന് തിരിച്ചറിഞ്ഞ് പൂർത്തിയാക്കുന്നതാണ്, അത് അനുസരിക്കുന്നതാണ് ദൈവസന്നിധിയിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആരാധന, ദൈവസന്നിധിയിൽ സ്വീകാര്യമായ സ്തുതിസ്തോത്രങ്ങൾ, ബലി എന്ന് സാമുവേലിനോട് പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ വീണ്ടും നാം ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. കുടുംബത്തിലാണെങ്കിലും ഇടവകകളിലാണെങ്കിലും സന്യാസ സമൂഹങ്ങളിലാണെങ്കിലും അനുസരണം ഏതാണ്ട് അന്തസ്സിന് ചേരുന്നില്ല എന്നൊരു തോന്നല്. ഞാൻ വളർന്നു പോയി, എനിക്കെല്ലാം അറിയാം, ഞാൻ എൻ്റെ കാര്യം നോക്കിക്കൊള്ളാം, എൻ്റെ കാര്യം ഞാൻ പറഞ്ഞുകൊള്ളാം, എൻ്റെ കാര്യം ഞാൻ ചെയ്തു കൊള്ളാം, നിങ്ങൾ എന്തിന് ഇടപെടുന്നു, നിങ്ങൾ എന്തിന് കൽപ്പിക്കുന്നു എന്നൊക്കെയുള്ള രീതിയിൽ പ്രതികരിക്കുന്ന ഒരു അവസ്ഥ നാം ചുറ്റുപാടുകളിൽ കാണുകയാണ്, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കാണുകയാണ്. എന്നാൽ അതേസമയം നമ്മൾ നോക്കുകയെ, എല്ലാവരും ഈ ലോകത്ത് ജനിച്ചവരെല്ലാവരും ആരെയെങ്കിലുമൊക്കെ അനുസരിച്ച് ജീവിക്കുന്നവരാണ്. അനുസരിക്കാതെ വാസ്തവത്തിൽ ഈ പ്രപഞ്ചത്തിൽ ഒന്നിനും ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സത്യം അതായിരിക്കെ അതിനെ അപ്പാടെ നിഷേധിക്കുന്ന ഒരവസ്ഥയും നാം കാണുകയാണ്. നമ്മൾ നോക്കിക്കേ, പട്ടാളത്തിൽ ചേരുന്നുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, പട്ടാളത്തിൽ ചേർന്നൊരു എൻ്റെ ഒരു കൂട്ടുകാരൻ, അവന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ പട്ടാളത്തിൽ ചേരുവാനായിട്ട്. പക്ഷെ ചേർന്ന് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചേ? അവിടുത്തെ ഡിസിപ്ലിൻ, പ്രത്യേകിച്ച് ട്രെയിനിങ് പീരീഡുള്ള സമയത്ത് അങ്ങേയറ്റം അനുസരണത്തോടെ പെരുമാറണമായിരുന്നു, വർത്തിക്കണമായിരുന്നു. അത് കണ്ട് പൊറുതി മുട്ടിയപ്പോൾ അവൻ എന്ത് ചെയ്തു? അവിടെ നിന്ന് ഒളിച്ചോടി പോരുകയാണ് ചെയ്യുന്നത്. നമ്മൾ നോക്കി, പട്ടാളത്തിൽ അനുസരണമുണ്ട്. പട്ടാളത്തിൽ ചേരുന്നവർ, പട്ടാളത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റില്ല. ഒരു നല്ല ഫാക്ടറിയിൽ, നല്ല ഓഫീസിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു നല്ല വീട്ടിൽ, ഇവിടെ എല്ലാം അനുസരണമുണ്ട്. ഒരുപക്ഷെ ഇതെല്ലാം മറന്നിട്ട് ഇന്ന് സന്യാസ ജീവിതത്തെക്കുറിച്ച് നാം കേൾക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ, അനുസരണം അതേതാണ്ട് രണ്ടാംകിട പൗരന് ചേർന്ന പരിപാടിയായിട്ട് ചിലരെല്ലാം കാണുകയാണ്. സന്യാസത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ സന്യാസത്തിൻ്റെ നിയമങ്ങൾ അനുസരിക്കുക അത് ഭയങ്കര ഭാരമായിട്ട് ചിലർ വിചാരിക്കുക. അതുകൊണ്ട് ഇന്ന് അനുസരണം, അതിൻ്റെ പേരിൽ സന്യാസത്തെ തരം താഴ്ത്തി കാണുന്നവരും സമൂഹ ജീവിതത്തെ ചിലപ്പോഴൊക്കെ പുച്ഛിച്ച് തള്ളുന്നവരും ഒക്കെ നമ്മുടെ ചുറ്റുപാടിൽ കാണുകയാണ്. പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട ബ്രദേഴ്സ്, നമ്മൾ ഓർക്കണം, അനുസരണമില്ലാതെ ഏതവസ്ഥയുള്ളത്? യുദ്ധക്കളത്തിൽ പോലും അനുസരണമുണ്ട്. യുദ്ധക്കളത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യുദ്ധത്തിൻ്റെ സമയത്ത് അത് ശരിയായ അനുസരണം അല്ലെങ്കിൽ പോലും തോൽക്കുന്ന കക്ഷികളോട് അഥവാ ശക്തിയുള്ളവ കക്ഷി പറയുന്ന എന്താണ്? സറണ്ടർ ചെയ്യാനാണ്. ആയുധം വെച്ച് കീഴടങ്ങുക, അനുസരിക്കുക, അല്ലെങ്കിൽ കൊന്നുകളയും. അവിടെയൊക്കെ അനുസരണം നടക്കുന്നുണ്ട്. എല്ലാ ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലും അനുസരണമുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ ഓർത്തു നോക്കുകയെ, അത് വെറും ഭൗതികമായ തലത്തിൽ നിന്നുള്ള ഭൗതിക കാഴ്ചപ്പാടിലുള്ള അനുസരണമാണ്. എന്നാൽ യേശു ക്രിസ്തുവിലേക്ക് തിരിഞ്ഞിട്ട് ദൈവപിതാവിൻ്റെ ഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞ് ആ ക്രിസ്തുവിൽ പിതാവിനെ അനുസരിക്കുക, ക്രിസ്തുവിൽ സ്വർഗീയ പിതാവിൻ്റെ വചനം അനുസരിക്കുക, കൽപ്പനകൾ അനുസരിക്കുക. അങ്ങനെ അനുസരിക്കുമ്പോൾ അത് എത്ര ഉത്കൃഷ്ടവും എത്ര ഉദാത്തവുമായ ഒരു ജീവിതമാണെന്ന് ആലോചിച്ച് നോക്കുകയെ.
പട്ടാളത്തിൽ 10 കാശിന് വേണ്ടിയിട്ട്, ഒരു ഫാക്ടറിയിൽ 10-10,000 രൂപയ്ക്ക് വേണ്ടിയിട്ട്, ഒരു ഓഫീസിൽ അതുപോലെയുള്ള പണത്തിന് വേണ്ടിയിട്ട്, വെറും ഭൗതികമായ നേട്ടത്തിനും ഭൗതികമായ ഉത്കൃഷ്ടത്തിനും വേണ്ടിയിട്ടാണ് ആളുകൾ അനുസരിക്കുന്നത്. രാത്രിയും പകലും കഴുതകളെ പോലെ പണിയെടുക്കുന്ന ആളുകളെ ശ്രദ്ധിച്ച് നോക്കുകയെ. അതൊന്നും ഒരു മോശവുമില്ല. അവിടെയൊന്നും ആർക്കും ഒരു ബുദ്ധിമുട്ടും തോന്നാറില്ല. എന്നാൽ ക്രിസ്തുവിനെ പ്രതി സന്യാസ ജീവിതം നയിച്ച് സമർപ്പണ ജീവിതം ഏറ്റുവാങ്ങി അനുസരണത്തെക്കുറിച്ച് പറയുമ്പോൾ അനുസരിക്കേണ്ടി വരുന്നു, അതുകൊണ്ട് ഞാൻ അവിടേക്കില്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ കാഴ്ചപ്പാടിലുള്ള ചില വികലത ഇവിടെ വ്യക്തമാവുകയാണ്. ഭൗതിക തലം വിട്ട് ആത്മീയ തലത്തിൽ ഉയരുന്നവരുടെ വളരുന്നവരുടെ ജീവിതത്തിൽ അനുസരണത്തിന് ഒത്തിരിയേറെ വിലയുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കൂ. പഴയ നിയമത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അബ്രാഹത്തോട് ദൈവം പറയുകയാണ്, നീ നിന്റെ സ്വന്തം നാടും സ്വന്തം ദേശവും സ്വന്തം സ്ഥലവും സ്വന്തം ജനതയും ഇവരെല്ലാം വിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് സഞ്ചരിക്കാനാണ് പറയുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയെ. അങ്ങനെയുള്ള ആ യാത്രയിൽ അബ്രാഹം അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അബ്രാഹം ആരായിട്ട് മാറുക? തലമുറകളുടെ പിതാവായി മാറി. മാത്രമല്ലല്ലോ, അബ്രാഹത്തോട് ദൈവം പറയുക, അനുസരിച്ച് നീങ്ങുന്ന നീ ഒരനുഗ്രഹമായിരിക്കും. അപ്പോൾ അനുസരണത്തിലൂടെ അനുഗ്രഹം വരിക. സാമൂൽ ദൈവത്തെ ധിക്കരിച്ചപ്പോൾ നിങ്ങൾ ഓർക്കണം, ഇതാ സാമൂൽ പ്രവാചകൻ പറയുക, ദൈവം പറയുന്ന വചനം, കർത്താവിൻ്റെ വചനം നീ തിരസ്കരിച്ചതിനാൽ അവിടുന്ന് രാജ്യത്വത്തിൽ നിന്ന് നിന്നെയും തിരസ്കരിച്ചിരിക്കുന്നു. എന്നാൽ കർത്താവിൻ്റെ വചനം അനുസരിച്ചപ്പോൾ അബ്രാഹത്തോട് പറയുകയാണ്, നീ ഒരു അനുഗ്രഹമായിരിക്കും, സകല തലമുറകളും നീ പിതാവായിരിക്കും. ഇനി നമ്മൾ നോക്കിക്കേ, യാക്കോബിനോട് പറയുക ദൈവം ഈജിപ്തിലേക്ക് പോകുവാനായിട്ട്. അപ്പോൾ യാക്കോബ് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ പറയുന്നുണ്ട്. ദൈവം പറയുക, നീ പോകുന്നിടത്ത് ഞാൻ കൂടെയുണ്ടാകും, നീ പോയിക്കൊള്ളുക, നിനക്കൊരു ദോഷവും അവിടെ സംഭവിക്കില്ല എന്ന് പറഞ്ഞ് യാക്കോബ് പോകുമ്പോൾ ആ യാത്ര വാസ്തവത്തിൽ അല്ലെങ്കിൽ അവർ പട്ടിണി കിടന്ന് മരിക്കേണ്ടതാണ്, പഞ്ഞം കൊണ്ട് ക്ലേശം അനുഭവിക്കേണ്ടതായിരുന്നു. പക്ഷെ ദൈവം പറഞ്ഞതനുസരിച്ച് യാക്കോബ് പോയി. അവർക്ക് വാസ്തവത്തിൽ ആ കാലഘട്ടം എന്ന് പറയുന്നത് അനുഗ്രഹത്തിൻ്റെതായിരുന്നു. മോശയോട് ദൈവം പറഞ്ഞു, നീ ഈജിപ്തിലേക്ക് പോവുക. അപ്പോൾ മോശ പറയാ, ഞാൻ വിക്കനാണ്, എനിക്ക് ശേഷിയില്ല, എനിക്ക് പേടിയുണ്ട്, എനിക്ക് വിഷമമുണ്ട്. പക്ഷെ മോശ ദൈവത്തെ അനുസരിച്ച് പോകുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ എന്താ കാണുന്നത് മോശയുടെ ജീവിതത്തിൽ? ഇന്നും മോശ ലോകത്തിൽ ഹീറോയാണ്. വെറും സീറോ ആയി നിന്നിരുന്ന ഒരു വ്യക്തിയാണ് മോശ എന്ന് പറയുന്നത്. എങ്ങനെ? ഈജിപ്തിൽ നിന്ന് ഒളിച്ചോടി ജത്രോയുടെ ആടുകളെ മേച്ച് ഒരു തെറ്റി പറഞ്ഞ ഒരു അടിമത്തം പേറി ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് മോശയോട് ദൈവം പറയുന്നത്, നീ ഈജിപ്തിലേക്ക് പോവുക, ഒരു ജനതയെ അവിടെ നിന്ന് മോചിപ്പിച്ച് ഇസ്രായേൽ നാട്ടിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുകയെ, എന്താ അവിടെ സംഭവിക്കുന്നത്? വെറും സീറോയായി നിന്ന മോശ ഇതാ ലോകത്തിൽ അന്നും ഇന്നും ഒരു വലിയ ഹീറോ ആയിട്ട് മാറി. ചെങ്കടൽ വിഭജിച്ച് കയറുന്ന മോശ, മരുഭൂമിയിൽ മന്നയും കാടപ്പക്ഷിയും കൊടുത്തുകൊണ്ട് ജനത്തോട് ചേർന്ന് നിൽക്കുന്ന മോശ, ജനത്തിൻ്റെ ആരാധ്യ പുരുഷനായ മോശ ദൈവത്തോട് ചേർന്ന് അനുസരിക്കുമ്പോൾ ഇതാ നമ്മുടെ അവസ്ഥയും ഉയരുകയാണ്, വളരുകയാണ്. നോഹയോട് ദൈവം പറഞ്ഞു, നീ ഒരു പെട്ടകം ഉണ്ടാക്കുക, മരം മുറിച്ച് പെട്ടകമുണ്ടാക്കുക, കപ്പലുണ്ടാക്കുക. നോഹയെ അത് അനുസരിക്കുമ്പോൾ, നോഹയെ പണി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വാസ്തവത്തിൽ നോഹയെ കണ്ടവരും കേട്ടവരും ഒക്കെ പുച്ഛിച്ച് കാണും. നിനക്ക് വട്ടാണോ, നിനക്ക് പ്രാന്താണോ എന്ന് ചോദിച്ചിട്ടുണ്ടാവും. പക്ഷേ ചോദിച്ചവരൊക്കെ എന്ത് സംഭവിച്ചു? ചോദിച്ചവരൊക്കെ ജലപ്രളയത്തിൽ തകർന്നു പോയി, മണ്ണടിഞ്ഞു പോയി. എന്നാൽ നോഹയോ, ദൈവം പറഞ്ഞത് അനുസരിച്ച നോഹ ഇതാ ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് മുന്നേറുകയാണ്. അവൻ്റെ ജീവിതവും അവൻ്റെ കുടുംബത്തിൻ്റെ ജീവിതവും അവനോട് ചേർന്ന് നിന്നവരുടെ ജീവിതവും അനുഗ്രഹപൂർണ്ണമായി മാറുകയാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പഴയ നിയമത്തിലുടനീളം നാം കാണുന്നത് ഈ സത്യമാണ്. ഏത്? ദൈവം പറയുന്നു, എൻ്റെ വാക്കുകൾ അനുസരിക്കുക. അനുസരിച്ചവരൊക്കെ അനുഗ്രഹീതരായി മാറി. അപ്പോൾ അനുസരണത്തിൻ്റെ പ്രത്യേകത അത് കുടുംബതലങ്ങളിലാണെങ്കിലും ഇടവകയിലാണെങ്കിലും സന്യാസ ഭവനങ്ങളിലാണെങ്കിലും നാം ഓർത്തിരിക്കേണ്ടത് അനുസരണം അനുഗ്രഹമായി മാറും. അത് നമുക്ക് മാത്രമല്ല, നമ്മോട് ചേർന്ന് നിൽക്കുന്നവർക്കും ലോകത്തിന് തന്നെയും ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുക, ദൈവത്തോട് ചേർന്ന് അനുസരിക്കുക എന്നത് അനുഗ്രഹമാണ്. നമ്മുടെ കർത്താവ് യെർമ്യാ പ്രവചനം 7:23 ഇപ്രകാരം പറയും, നിങ്ങൾ എൻ്റെ വാക്കനുസരിക്കുവിൻ, ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും.
ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന മാർഗത്തിലൂടെ നിങ്ങൾ ചരിക്കുവിൻ, നിങ്ങൾക്ക് ശുഭമായിരിക്കും. നോക്കൂ സഹോദരങ്ങളെ, അനുസരണത്തിലൂടെ സംഭവിക്കുന്നത് നമ്മൾ കണ്ടു. പിതാക്കന്മാരുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നെങ്കിൽ കർത്താവിൻ്റെ വചനം തറപ്പിച്ച് പറയുന്നു, നിങ്ങൾ എൻ്റെ വാക്ക് അനുസരിക്കുവിൻ, ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും. അപ്പോൾ ദൈവവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം നമ്മുടെ ജീവിതത്തിൽ സംജാതമാകുവാനുള്ള ഏറ്റവും സവിശേഷമായ വഴി എന്ന് പറയുന്നത് ദൈവത്തെ അനുസരിക്കുക എന്നുള്ളതാണ്, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുക എന്നുള്ളതാണ്. തനിയല്ല, കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന മാർഗത്തിലൂടെ നിങ്ങൾ ചരിക്കുവിൻ, നിങ്ങൾക്ക് ശുഭമായിരിക്കും. ശുഭമായ ഭാവി, പ്രത്യാശ നിറഞ്ഞ ജീവിതം, അത് നിങ്ങൾക്ക് കരഗതമാവും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട ബ്രദേഴ്സ്, പ്രിയപ്പെട്ട എൻ്റെ മാതാപിതാക്കളെ, നമ്മൾ ഓർത്ത് നോക്കണം, അനുസരണം നമ്മുടെ ബലഹീനതയല്ല. അനുസരണം നമുക്ക് ബലം പകരുക. നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ബലവത്താകുന്നത് അനുസരിക്കുമ്പോഴാണ്. നമ്മുടെ സന്യാസ ഭവനങ്ങൾ ശക്തിവത്താവുന്നത് അനുസരിക്കുമ്പോഴാണ്. നമ്മുടെ ഇടവക കൂടുതൽ കൂട്ടായ്മയിൽ മുന്നേറാൻ സാധിക്കുന്നത് അനുസരിക്കുമ്പോഴാണ്. ഈ അനുസരണത്തിലൂടെയാണ് ഇതാ വാസ്തവത്തിൽ പരസ്പര ധാരണയും പരസ്പര കൂട്ടായ്മയൊക്കെ വലുതാവുക. നമ്മൾ നമ്മുടെ കർത്താവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിക്കേ. ലോകത്തിലെ ആളുകൾ എന്ത് പറയുന്നു എന്ന് നോക്കിയിട്ട് കാര്യമില്ല. ക്രിസ്തുവിലേക്കാണ് നാം തിരിഞ്ഞു നോക്കേണ്ടത്. ക്രിസ്തുവിൽ നാം നോക്കുമ്പോൾ കാണുന്നത് എന്താണ്? കർത്താവിൻ്റെ മാതൃകയെ പിൻചെല്ലുന്നവരാണ് വിശ്വാസികൾ. അപ്പോൾ ക്രിസ്തുവിൽ കാണുന്നത് എന്തോ അത് അനുഗമിക്കുന്നവരും അനുകരിക്കുന്നവരുമാണ് വിശ്വാസികൾ. അത് അനുഗമിക്കുന്നതും അനുകരിക്കുന്നതും കാണുമ്പോൾ, അഥവാ കേൾക്കുമ്പോൾ, അഥവാ അങ്ങനെയുള്ളവരെ കാണുമ്പോൾ നമ്മൾ പുച്ഛമായി കാണേണ്ട കാര്യമില്ല. ഈ ലോകത്തിൽ വെച്ച് ഉദാത്തമായി ചെയ്യാവുന്നത്, ഉത്കൃഷ്ടമായി നേടാവുന്നത് ഒരു കാര്യം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ പിൻചെല്ലുക എന്നുള്ളതാണ്. ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ സവിശേഷത എന്തായിരുന്നു? അവിടുന്ന് പറയുന്ന വചനങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഗത്സമനിലേക്ക് നമുക്ക് പോകാം. ഏറ്റവും മർമ്മപ്രധാനമായ ഒരു നിമിഷമാണ്. അവിടുന്ന് പറയുകയാണ്, ഈ പാനപാത്രം എന്നെ വിട്ടുപോകട്ടെ പിതാവേ. പക്ഷേ കർത്താവ് എന്താ ചെയ്യുന്നത്? ഓർത്തു നോക്കുകയെ. അതെല്ലാം പറയുമ്പോൾ അടുത്ത നിമിഷം പറയുക, എങ്കിലും പിതാവേ, ഈ എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം നിറവേറട്ടെ. പിതാവിൻ്റെ കരങ്ങളിലേക്ക് തൻ്റെ ജീവിതത്തെ വെച്ചു കൊടുത്ത് അനുസരണത്തിൻ്റെ പാനപാത്രം കുടിച്ച് ജീവിതത്തെ ഐശ്വര്യപൂർണവും അനശ്വരവും ആക്കുന്ന ക്രിസ്തുവിൻ്റെ രൂപഭാവമാണ് ഗെത്സമനിൽ നാം കാണുക. അതിൻ്റെ പൂർണ്ണത മുഴുവൻ മുറ്റി നിൽക്കുന്നത് എവിടെയാ? കുരിശിലാണ്. പിതാവേ, ഇതാ നിനക്ക് വേണ്ടി എൻ്റെ ശരീരം പിളർക്കപ്പെട്ടിരിക്കുന്നു, നിന്റെ ജനത്തിന് വേണ്ടി എൻ്റെ ശരീരം മുറിക്കപ്പെട്ടിരിക്കുന്നു. പിതാവേ, ഇതാ നിനക്ക് വേണ്ടി, നിന്റെ ജനത്തിന് വേണ്ടി എൻ്റെ രക്തം ചിന്തപ്പെട്ടിരിക്കുന്നു. ഇതാ എൻ്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. അനുസരണത്തിൻ്റെ ഉദാത്തമായ മാതൃക. ആ ക്രിസ്തു യേശു തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, അപ്പസ്തോലന്മാരോടും തൻ്റെ അനുയായികളോടും ആവർത്തിക്കുന്ന കാര്യം, അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണെന്ന രഹസ്യം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 32-34 വചനത്തിൽ നാം കാണുകയാണ്, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതാണ് എൻ്റെ ഭക്ഷണം. അതായത് ശിഷ്യന്മാർ യേശുവിനെ യാക്കോബിൻ്റെ കിണറ്റിൻകരയിൽ ഇരുത്തിയിട്ട് ഭക്ഷണം വാങ്ങിക്കാനായിട്ട് പോവുകയാണ്. പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് അവരോട് പറയുകയാണ്, ദാ നിനക്ക് വേണ്ടി ഞങ്ങൾ ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്, നീ എന്തെങ്കിലും തിന്നൂ, എന്തെങ്കിലും കുടിക്കൂ എന്ന് പറയുമ്പോൾ ഈശോ അതിലേക്ക് തിരിഞ്ഞു പോലും നോക്കുന്നില്ല, മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഈ ലോകത്തിൻ്റെ ഭക്ഷണമല്ല, അതിനപ്പുറം ഒരു ഭക്ഷണമുണ്ട് എനിക്ക്, അതിലെനിക്ക് സംതൃപ്തിയുണ്ട്, അതിലെനിക്ക് സന്തോഷമുണ്ട്, അതിലെനിക്ക് ജീവിതത്തിൻ്റെ നിറവും തികവും ഉണ്ട് എന്ന സന്ദേശം യേശു കൊടുക്കുകയാണ്. ഏതിലും അനുസരിക്കുമ്പോൾ. യേശു പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതാണ് എൻ്റെ ഭക്ഷണം എന്ന് വെച്ചാലോ, അനുസരണത്തിലൂടെ ആത്മീയ സന്തോഷം, ശാരീരികമായ ഉണർവ്, ശാരീരികമായ മാനസികമായ കരുത്ത്, തൃപ്തി കൈവരികയാണ്. യേശുവിൻ്റെ ജീവിതം അങ്ങനെ സമ്പന്നമാകുകയാണ്. ആ ക്രിസ്തുവിലേക്ക് നാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആവർത്തിച്ച് കാണാൻ പറ്റുന്നതാണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. യേശു പറയുന്ന വാക്കാണ്. യോഹന്നാന്റെ സുവിശേഷം 5:19, ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും ചെയ്യുന്നില്ല, ഒന്നും പറയുന്നില്ല. എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ഞാനത് മനസ്സിലാക്കുന്നു, ഞാനത് സ്വീകരിക്കുന്നു, ഞാനത് അനുവർത്തിക്കുന്നു. ആ ഇഷ്ടമനുസരിച്ച് ജീവിതത്തിൽ സഞ്ചരിച്ച, ജീവിതത്തിൽ പ്രവർത്തിച്ച
നമ്മുടെ കർത്താവിൻ്റെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ച്. അവൻ്റെ ഇഷ്ടം നിറവേറ്റാൻ മനസ്സുള്ളവൻ എൻ്റെ പ്രബോധനം എവിടെ നിന്നാണെന്ന് മനസ്സിലാക്കും. യേശു പറയുക, ആ കർത്താവിനെ പിതാവായ ദൈവം അത്യധികം ഉയർത്തി എന്നാണ് തിരുവചനം പറയുന്നത്. അബ്രാഹത്തെ അനുസരിച്ച അബ്രാഹത്തെ ദൈവം അനുഗ്രഹിച്ചു, അനുസരിച്ച മോശയെ ദൈവം ഹീറോയാക്കി മാറ്റി, അനുസരിച്ച നോഹയെ ജീവിതത്തിൻ്റെ ജലപ്രളയത്തിൽ നിന്ന് രക്ഷിച്ചു, അനുസരിച്ച കർത്താവായ മിശിഹായുടെ ജീവിതത്തിലോ അവിടുന്ന് കുഴിമാടം തുറന്ന് അവനെ പുറത്തു കൊണ്ടുവന്നു. കുഴിമാടം തുറന്ന് പുറത്തു കൊണ്ടുവന്ന് സർവമഹത്വവും അണിയിച്ച് പിതാവ് തൻ്റെ വലത്ത് ഭാഗത്ത് സിംഹാസനൂഢനായി അവിടുത്തെ അഭിഷേകം ചെയ്തു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെയും, അനുസരണത്തിൻ്റെ പ്രത്യേകത ഇതാണ്. ലോകത്തിൻ്റെ സ്വാധീന വലയത്തിൽപ്പെട്ട് സുവിശേഷത്തിൻ്റെ സ്പന്ദനം നാം വിസ്മരിക്കരുത്. നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ഇടവകകളിലും നമ്മുടെ സന്യാസ ഭവനങ്ങളിലുമൊക്കെ ഇന്ന് അനുസരണം, ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, എന്തോ ഒരു കുറവ് പോലെ, എന്തോ ഒരു നാണം കെട്ട പരിപാടി പോലെ, എന്തോ ഒരു ചെറുതാകുന്നത് പോലെയൊക്കെ മാറിയിരിക്കുകയാണ്. സുവിശേഷത്തിൻ്റെ സന്ദേശം എന്താണ്? യേശുവിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന എന്താണ്? അനുസരണം. അനുസരണം അനുഗ്രഹമാണ്. അനുസരണം നമ്മുടെ ജീവിതത്തെ സമ്പന്നമാക്കുന്ന ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. റോമാലേഖനം 13-ാം അധ്യായം 1-2 വചനത്തിൽ പറയും, ഓരോ വ്യക്തിയും മേലധികാരികൾക്ക് വിധേയരായിരിക്കട്ടെ. അനുസരണത്തെക്കുറിച്ചുള്ള പ്രബോധനത്തിൽ പറയുന്നതാണ്, ഓരോ വ്യക്തിയും മേലധികാരികൾക്ക് വിധേയരായിരിക്കട്ടെ. അങ്ങനെ വിധേയത്വം പുലർത്തി ജീവിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ദൈവത്തിൻ്റെ കൃപ ഒഴുകി വരും. അതുകൊണ്ടാണ് ഈ സാമുവേൽ പറയുന്നത് അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കോർക്കാം, നാം അനുസരിക്കുമ്പോൾ തന്നെ അവിടെ നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ, നമ്മുടെ മനോഭാവത്തിൽ ചില രൂപഭാവങ്ങൾ വ്യക്തമാകണം. അനുസരണം എങ്ങനെയായിരിക്കണമെന്ന് പറയുക? വ്യക്തിയെ നോക്കിക്കൊണ്ടാവരുതെന്ന് പറയുക. കൽപ്പിക്കുന്ന വ്യക്തിയെ നോക്കിക്കൊണ്ട് ചിലർ അനുസരിക്കും, ആ വ്യക്തി ആരാണെന്ന് നോക്കിയിട്ട്. അങ്ങനെയല്ല, മറിച്ച് ഈ ലോകത്തിലൊരു വ്യക്തിയോ ഈ ലോകത്തിലൊരു നേട്ടമോ ഓർത്തുകൊണ്ടല്ല, മറിച്ച് ക്രിസ്തുവിനെ പിൻചെല്ലുവാൻ, ദൈവപിതാവിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് പിതാവിനെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി അനുസരിക്കണമെന്നാണ് സഭ നമ്മെ പഠിപ്പിക്കുന്നത്, സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അല്ലെങ്കിൽ വ്യക്തിപരമായ ചില സൗഹൃദം നേടിയെടുക്കാനോ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രീതി സമ്പാദിക്കാനോ, മറ്റുള്ളവരിൽ നിന്നും പിന്നീട് എന്തെങ്കിലും കാര്യം നേടിയെടുക്കാനോ അങ്ങനെയൊക്കെ അനുസരിച്ചാൽ അത് വെറും ഭൗതികമായ അർത്ഥത്തിൽ നിൽക്കുന്ന അനുസരണമാണ്. അവിടെയൊന്നും ശാശ്വതമായ സന്തോഷം ഉണ്ടാവില്ല. അതുപോലെ തന്നെ പറയും, പിതാക്കന്മാർ പറയുമ്പോൾ പറയും, അനുസരിക്കുന്നത് എങ്ങനെയായിരിക്കണം? ഫ്യൂച്ചറിനെ ഓർത്തല്ല. ഞാൻ അനുസരിച്ചില്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാലോ, ഈ ലോകത്തിലെ ചില നേട്ടങ്ങൾ, ഈ ലോകത്തിലെ ചില സ്വപ്നങ്ങൾ, സങ്കല്പങ്ങൾ വിചാരിച്ചിട്ടായിരിക്കരുത് അനുസരിക്കുന്നതെന്ന് പറയുക. ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി, ദൈവത്തോടുള്ള പ്രതിബദ്ധതയെ പ്രതി, സഹോദരങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ തന്നെ രക്ഷയ്ക്ക് വേണ്ടി, അതിലെല്ലാം ഉപരി യേശു ക്രിസ്തു എന്ന ഏക രക്ഷകനെ അനുഗമിച്ചുകൊണ്ട് ജീവിതം സമ്പന്നമാക്കുവാൻ വേണ്ടി അനുസരിക്കണമെന്നാണ് പറയുക. അങ്ങനെയുള്ള അനുസരണത്തിലാണ് ദൈവകൃപയുടെ നീർച്ചാൽ നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്കൊക്കെ ഒഴുകിയിറങ്ങുക. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. തെസ്സലോനിയ ലേഖനം 5-ാം അധ്യായം 12 മുതൽ 22 വരെയുള്ള വചനത്തിൽ പറയും, സഹോദരരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ നയിക്കുകയും ചെയ്യുന്നവരെ അവരുടെ അധ്വാനം പരിഗണിച്ച് അത്യധികം സ്നേഹത്തോടെ ബഹുമാനിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഉദാഹരണം പറഞ്ഞാൽ, മാതാപിതാക്കളെ നമ്മൾ അനുസരിക്കണം. കാരണം മാതാപിതാക്കൾ ജീവിക്കുന്നത് പരമാർത്ഥത്തിൽ നമുക്ക് വേണ്ടിയാണ്, മക്കൾക്ക് വേണ്ടിയാണ്. മക്കളെ ചില സമയത്ത് മാതാപിതാക്കൾ അനുസരിക്കണം. കാരണം മക്കൾ വളർന്നു വലുതാകുന്നതും മക്കൾ ഉയരുന്നതും ഒക്കെ മാതാപിതാക്കൾക്കും കൂടി വേണ്ടിയിട്ടാണ്. അവർ തമ്മിലുള്ള ബന്ധം, ആ സത്യം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിലേക്ക് തിരിഞ്ഞു വരുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ചില കാര്യങ്ങൾ അതാണ്. അനുസരണത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നത് ചിലപ്പോൾ ദസ്തോയെവ്സ്കിയുടെ വിഡ്ഢി എന്ന് പറയുന്ന നോവലിലെ ഒരു സംഭവമാണ്. അതിങ്ങനെയാണ്, ക്രിസ്തുവിനെ പോലെ ഉള്ളൊരു കഥാപാത്രത്തെ ഈ ദസ്തോയെവ്സ്കി ഈ നോവലിൽ ചിത്രീകരിക്കുകയാണ്. അയാളുടെ പേര് പ്രിൻസ് മിഷ്ക് എന്നാണ്. അയാളുടെ പദ്ധതി എന്ന് പറയുന്നത് ഒരു വലിയ സ്വർഗരാജ്യത്തിൻ്റെ സ്വപ്നം ആണ് അയാളുടെ മനസ്സിലുള്ളത്. അങ്ങനെ ഒരു സ്വർഗരാജ്യം പടുത്തുയർത്തുവാൻ വേണ്ടി അയാൾ അധ്വാനിക്കുകയാണ്. ദൈവരാജ്യത്തിൻ്റെ സംസ്ഥാപനത്തിന് വേണ്ടി അധ്വാനിക്കുകയാണ്. അതിനുവേണ്ടി പണം സ്വരൂപിച്ച് വയ്ക്കുകയാണ്.
ഇങ്ങനെയുള്ള ആ മനുഷ്യൻ്റെ സംരംഭത്തിൻ്റെ നടുവിലാണ് ഒരു സമ്പന്നനായ ഒരു വ്യാപാരി പൊട്ടിത്തകർന്ന് നിരാശനായി നിരാലംബനായി ഈ മനുഷ്യൻ്റെ പക്കൽ കടന്നു വരുന്നത്. അയാൾ തൻ്റെ ഈ ദുരന്ത കഥകൾ മുഴുവൻ ഒന്നൊന്നായി പറഞ്ഞപ്പോൾ, തൻ്റെ ജീവിതത്തിൻ്റെ തകർച്ചകളും ഇനി മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയും വിവരിച്ചപ്പോൾ, ഈ പ്രിൻസ് മിഷ്ക് എന്ന് പറയുന്ന മനുഷ്യൻ അയാൾ സ്വരൂപിച്ചു വച്ചിരുന്ന പണക്കിഴി മുഴുവനും കൂടി ഈ വ്യാപാരിക്ക് എടുത്തു കൊടുത്തിട്ട് പറയുകയാണ്, താൻ ഇനിയും പോയി വ്യാപാരം ചെയ്ത് ജീവിതത്തിൽ മുന്നേറുക. അപ്പോൾ ഈ പണക്കിഴി വാങ്ങിച്ചുകൊണ്ട് ഈ മനുഷ്യൻ, ഈ വ്യാപാരി, തകർന്ന വ്യാപാരി ഇറങ്ങി പോകുമ്പോൾ അയാൾ സ്വഗതമായി പറയുന്നതായിട്ട് ചിത്രീകരിക്കുന്നത് ഇങ്ങനെയാണ്: യു ആർ ആൻ ഇഡിയറ്റ്, നീ ഒരു വിഡ്ഢിയാണ്. ദൈവരാജ്യത്തിൻ്റെ സംസ്ഥാപനത്തിന് വേണ്ടി കരുതി വെച്ച പണം മുഴുവൻ ഒരാലോചനയുമില്ലാതെ എൻ്റെ കയ്യിലേക്ക് എടുത്തു തന്ന നീ ഒരു വിഡ്ഢിയാണ്. യു ആർ ആൻ ഇഡിയറ്റ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതയാത്രയിൽ ഒരുപക്ഷെ ആളുകൾ ഇങ്ങനെ പറഞ്ഞു നിന്നിരിക്കും. നാം നമ്മുടെ സുപ്പീരിയേഴ്സിനെ അനുസരിക്കുമ്പോൾ, നമ്മുടെ മാതാപിതാക്കളെ അനുസരിക്കുമ്പോൾ, നമ്മളുമായി ബന്ധപ്പെട്ട അധികാരികളെ നാം അനുസരിക്കുമ്പോൾ ആളുകൾ നമ്മളോട് പറഞ്ഞു നിന്നിരിക്കും, നീ ഒരു വിഡ്ഢിയാണ്. ആളുകൾ എന്തു പറയുന്നു എന്നുള്ളതല്ല പ്രധാനപ്പെട്ടത്, മറിച്ച് ദൈവം എന്തു പറയുന്നു? അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ്. അനുസരണം അനുഗ്രഹമാണ്. അനുസരണം സന്തോഷമാണ്. അനുസരണത്തിലൂടെ ദൈവത്തിൻ്റെ കൃപാവരത്തിൻ്റെ നീർച്ചാൽ നമ്മുടെ കുടുംബത്തിലേക്ക് ഒഴുകിയിറങ്ങും. അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ ഇടവകയിൽ, ഞങ്ങളുടെ സമൂഹങ്ങളിലെല്ലാം അനുസരണമുണ്ടെങ്കിൽ മാത്രമേ അവയെല്ലാം പടുത്തുയർത്തുവാനും വളർത്തുവാനും വലുതാക്കുവാനും ഞങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. ദൈവമേ, അബ്രാഹത്തെ പോലെ, മോശയെപ്പോലെ, പരിശുദ്ധ അമ്മയെപ്പോലെ, സർവോപരി അവിടുത്തെ ഏകജാതനായ യേശുവിനെ പോലെ അവിടുത്തെ ഇഷ്ടം തിരിച്ചറിയുവാനും അനുസരിക്കുവാനും, അനുസരിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ, ഞങ്ങളുടെ സമൂഹത്തെ, കുടുംബത്തെ അനുഗ്രഹമാക്കി മാറ്റുവാനും, ഞങ്ങളുടെ ജീവിതത്തെ തന്നെ 0 ലെവലിൽ നിന്നും ഹീറോ അവസ്ഥയിലേക്ക് മാറ്റുവാനും, ദൈവരാജ്യത്തിൽ എത്തിച്ചേരുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, അവിടുത്തേക്ക് സ്തുതിയും സ്തോത്രവും ആരാധനയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091 480 270 8098, 0091 480 270 2613. ഫാക്സ് 0091 480 270 8097. ഇമെയിൽ mail.divintv@gmail.com. Website www.drcm.org.